Welcome to the brand episode of Fashional. My name is Pachu. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോസ് എന്ന് വെച്ചാൽ ഒരു DIGITEK LED ലൈറ്റ്സ് ആണ്. ഇത് പ്രൊഫഷണൽ ആയ വീഡിയോസ് എടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ലൈറ്റ് കണ്ടീഷൻ. അപ്പോൾ അതിന്റെ ഒരു DIGITEK ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ചെയ്യാം. നേരിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഒരു വീഡിയോയും സാധനം ഹൈടെക്കിലേക്ക്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതൊരു LED ലൈറ്റ് ആണ്. നമ്മുടെ DIGITEKന്റെ പ്രോഡക്റ്റ് ആണ്. പ്രൊഫഷണൽ LED വീഡിയോ LED ലൈറ്റ്സ് എന്നാണ്. LED-D520 കോംബോ എന്നാണ് ഫുൾ നെയിമും കാര്യങ്ങളും വരുന്നത്. നിങ്ങൾക്ക് വാം ആൻഡ് കളർ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും എന്ന് നല്ല രീതിയിൽ ഇൻഫർമേഷൻ കാണുന്നു. ഇൻക്ലൂഡ് ബാറ്ററിയാണ് NP750 ലിയോൺ ബാറ്ററിയും കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ക്വാളിറ്റി ബാറ്ററിയും കാര്യങ്ങളാണ്. ഇതിൽ മോഡൽ നെയിം എന്നാണ് LED-D520. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് വേറൊരു പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മോഡൽ നെയിമും കാര്യങ്ങളും കൊടുത്തിട്ട് കാണാം നിങ്ങൾക്ക് അടിയിലായിട്ട്. ആൻഡ് ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ LED ലൈറ്റിൻ്റെ ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ DC 8.4 വോൾട്ടാണ് വരുന്നത്. ആൻഡ് വാട്ട് 37 വാട്ടാണ് മാക്സിമം വരുന്നത്. ഇൻക്ലൂഡ് ബാറ്ററി ഉണ്ട്. 5200 mAh ബാറ്ററിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും കാര്യങ്ങളും. ആൻഡ് 7.4 വോൾട്ടും കാര്യങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളാണ് ബോക്സിൽ ബാറ്ററിയും കാര്യങ്ങളാണ്. നേരിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു ക്വിക്കേഡും കാര്യങ്ങളും കിട്ടും. മേക്ക് ഷുവർ നമുക്ക് വായിച്ചു നോക്കണം എന്നാണ് ഇത് നല്ലതാണ്. ഇതെങ്ങനെ ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ടാകും. അപ്പം മേക്ക് ഷുവർ ഇത് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കാം നിങ്ങൾ ക്വിക്കേഡ്. അങ്ങനെ ബാറ്ററിയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ലേശം കുറച്ച് വലുപ്പമുള്ള ബാറ്ററിയും കൂടിയാണ്. ഇൻക്ലൂഡ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കുത്താൻ പറ്റും. ആൻഡ് ഇതിൽ ബാറ്ററി കാര്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5200 mAh ആണ് ബാറ്ററി വരുന്നത്. 38.5 വാട്ടും കാര്യങ്ങളാണ് വരുന്നത്. 7.5 വോൾട്ടാണ് മാക്സിമം കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം ഒരു ഹാഫ് ആൻ അവേഴ്സ് നിങ്ങൾക്ക് ഇതൊക്കെ ഫുള്ളി ലൈറ്റ് ഫുൾ കൂട്ടിയൊക്കെയാണെങ്കിൽ അത്രയും നേരക്ക് കൂട്ടിയേക്കാൻ പറ്റും. അങ്ങനെ ഏകദേശം 1.5 hours വേണം ഫുള്ളി ചാർജ് ആവാൻ. ഇനി നിങ്ങൾക്കൊരു ഡാറ്റ കേബിളും കാര്യങ്ങളാണ് നോർമൽ വേസ് കിട്ടുന്നത്. അങ്ങനെ ഒരു അഡാപ്റ്റർ കിട്ടുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ക്ലാമ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാമറയിൽ തന്നെ മൗണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സെപ്പറേറ്റ് ക്യാമറയുടെ ഇതൊക്കെ ഉണ്ടാവില്ല സ്റ്റാൻഡും കാര്യങ്ങളും അതിൽ തന്നെ നിങ്ങൾക്ക് ഈ സംഭവം യൂസ് ചെയ്തിട്ട് ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. കുറച്ചും ബെറ്ററും കൂടിയാണെന്ന് പറയാം. ഒരു പിടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ക്യാമറയും യൂസ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് നമ്മൾ മൗണ്ടും കാര്യങ്ങളും മേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മുടെ ബാറ്ററി നോർമൽ വൈസ് നല്ലൊരു ബാറ്ററിയും കാര്യങ്ങളാണ്. USB ഇത് ചാർജും കാര്യങ്ങളും വരുന്നുണ്ട്. LED ലൈറ്റും കടന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ 1.5 hours വേണം ഫുള്ളി ചാർജഡ് ആവാൻ. നേരത്തെ പറഞ്ഞ പോലെ 7.4 വോൾട്ട് 5200 mAh ബാറ്ററി ആൻഡ് കുറേ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല ഈ ഒരു LED ലൈറ്റ് മാത്രമല്ല ബാക്കിയുള്ള ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി പുറത്താണ് മാറ്റിക്കാം. പിന്നെ ക്വിക്കേഡ് ഈ ഒരു ക്വിക്കേഡിനെ പറ്റിയാണ് എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും ഈ ഒരു ക്വിക്കേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലൈക്കനെ എനേബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. തീർച്ചയായും ചെയ്ത് വെക്കുക. അപ്പോൾ നേരിട്ട് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് പ്രോഡക്റ്റ്. അപ്പോൾ അതൊക്കെ മാറ്റിക്കട്ടെ നേരിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതൊരു LED ലൈറ്റ്സ് ആണ്. നമുക്കിത് വാം ആൻഡ് കൂൾ ഈ 2 രീതിക്ക് നിങ്ങൾക്ക് കളർ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വരുന്നത് DC 8.4 വോൾട്ടും 37 വാട്ടും കാര്യങ്ങളാണ് മാക്സിമം. നിങ്ങൾക്ക് അതിന് കൂടുതലാണെങ്കിൽ നിങ്ങൾ LED ലൈറ്റ് പോകുന്നതാണ്. കാരണം ഈ ഒരു മൗണ്ട് ഇവിടെ ത്രെഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്യാരി തോന്നും. ഈ ഒരു LED ലൈറ്റിന് മാക്സിമം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടാകും. അത്രയും ലൈറ്റ് വെയിറ്റ് ആകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു പാക്കേജിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എവിടെയും വെക്കാൻ പറ്റും. ക്യാമറയിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടാകും. മറ്റേ ടൈപ്പ് LED ലൈറ്റ്സിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ട്. മറ്റേ ടൈപ്പ് സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ DIGITEKൻ്റെ തന്നെ ടിക്ടോക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വലിയതൊക്കെ നിങ്ങൾക്ക് എവിടെയും കൊണ്ടുവരാൻ അത്ര സിമ്പിൾ ആയിരിക്കില്ല. ഈ ഒരു LED ലൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയും കൊണ്ടുവരാൻ കുറച്ചും ഈസി ഫിക്സിംഗ് ആണ്. ആൻഡ് ഈസി നിങ്ങൾക്ക് എവിടെ ക്യാരേജും കൊണ്ടുനടക്കണം. ആൻഡ് ബ്ലാക്ക് കളറാണ് ബാക്ക് സൈഡ്. അത് പ്ലാസ്റ്റിക് ആണ്. ആൻഡ് അലുമിനിയം ബാക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. നിങ്ങൾക്കത് ഒരു LED ലൈറ്റ് കുറച്ചും കൂടി ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് റിഫ്ലക്റ്റ് ആവാനുള്ള ഒരു റിഫ്ലക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് LED ലൈറ്റ്സ് കാണാം. ഏകദേശം ഇതിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വാം കൂളും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വിത്ത് അലുമിനിയം കുഴപ്പമൊന്നുമില്ല. നോർമൽ ബോഡി ക്വാളിറ്റി കാര്യങ്ങളും വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ആൻഡ് ബാറ്ററി നമുക്ക് ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് USB ടൈപ്പാണ്. റെഡ് ലൈറ്റാണ് ചാർജ് ചെയ്യുമ്പോൾ. ഫുള്ളി ചാർജ് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റാണ് കത്തുക. നോട്ടിഫിക്കേഷൻ ഒരു LED കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് കാണാം 7.4 വോൾട്ടാണ്. ആൻഡ് 5200 mAh ബാറ്ററിയും കാര്യങ്ങളാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റും കൂടിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ബാറ്ററി നമുക്ക് ഈ ഒരു സൈഡിൽ ഹോളും കാര്യങ്ങളുണ്ട്. ഇതിലാണ് നമുക്ക് ചാർജിങ് ഹോളുള്ള കൊടുത്താണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു. ഇത്ര പോരൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അമർത്തി കഴിഞ്ഞാൽ റിലീസായി.
അതേപോലെ തന്നെയാണ് നമുക്ക് വീണ്ടും ആക്കണമെങ്കിൽ റിലീസ് ചെയ്യണമെങ്കിൽ ആ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഓൺ ബട്ടൺ തന്നെ ഓഫ് ബട്ടൺ ഉണ്ട്, അതിന് വാം ആൻഡ് കൂൾ ടെമ്പറേച്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നമുക്ക് കാണാം LED ലൈറ്റ് 4 LED ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി കണ്ടീഷൻ അറിയുന്നത്, എത്ര ബാറ്ററി കുറഞ്ഞെന്നോ കൂടിയെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ കൂൾ എന്ന് പറയുന്നത് 5600 കൂളും, അതിന് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വാം ടെമ്പറേച്ചർ 3200 ടെമ്പറേച്ചറും കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഏകദേശം ഫുള്ളി ചാർജ്ഡ് ആയിട്ട് ഏകദേശം നിങ്ങൾക്ക് ഫുൾ കളർ ടെമ്പറേച്ചർ എല്ലാതും കൂട്ടി വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഹാഫ് ആൻ അവേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത രീതിയിലേക്കാണെങ്കിൽ ഏകദേശം അതിന് 1.5 അവേഴ്സിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബാറ്ററി ഒരു ഫാസ്റ്റ് ചാർജർ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1.5 അവേഴ്സ് എന്നുള്ളത് ഒരു അവേഴ്സിനുള്ളിൽ കാട്ടി വേഗം ഫാസ്റ്റായി ചാർജ് കയറുന്നതാണ്. നിങ്ങൾക്ക് വാം ആൻഡ് കൂൾ ഇത് വരുന്നുണ്ട്. കളർ രീതിക്ക് നിങ്ങൾക്ക് കളർ ടെമ്പറേച്ചർ നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇതിൻ്റെ ലൈറ്റ് കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഫോൾ ഇതിൻ്റെ റൂമിലുള്ള വെളിച്ചം കാര്യങ്ങളാണ്, നോർമൽ ലൈറ്റ് ആണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റെക് ഓൺ ആക്കി ഇങ്ങനെ ഉണ്ടാവും ലൈറ്റ് കണ്ടീഷനാണ്. അപ്പോൾ നേരിട്ട് ലൈറ്റ് ഓഫ്, നമ്മൾ ലൈറ്റ് ഓഫ് ആയിട്ട് അപ്പോൾ നമ്മൾ വാമിലാണ് 3200K വാമിലാണ് ഇട്ടുള്ളത്. ഫുള്ളി നമ്മൾ വാം കൂട്ടി വെച്ചിട്ടുണ്ട്. കളർ ടെമ്പറേച്ചർ വാമിലാണ് നമ്മൾ ഫുള്ളായി കൂട്ടിച്ചിട്ടുള്ളത്. നോർമലൈസ് ഈ ഒരു വെളിച്ചത്തിൻ്റെ നിന്ന് നല്ല വെളിച്ചം കാര്യങ്ങളും ഉണ്ട് നോർമലൈസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂൾ വരുന്നുണ്ട് 5600K കൂൾ, അത്രയും കൂൾ നമുക്ക് കളർ ടെമ്പറേച്ചർ കൂളാക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഫോൾ LED ലൈറ്റ് കൂളിലേക്ക് ആക്കി. ഇപ്പം നല്ല വെളിച്ചമാണ് ഇത് വരുന്നത്. ഈ ഒരു LED ലൈറ്റൊക്കെ നോക്കാൻ പറ്റുന്നത് അത്രയും നല്ലൊരു വെളിച്ചം കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. നോർമലൈസ് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ അത്ര ലൈറ്റും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ലൈറ്റും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ആൻഡ് കണ്ണിക്ക് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന നല്ല പവർഫുൾ ലൈറ്റും കാര്യങ്ങളാണ് കണ്ടീഷൻ. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വീഡിയോ പ്രൊഫഷണലായി ചെയ്യുന്നവർക്ക് ലൈറ്റ് വെയിറ്റ് ആയ ഒരു പ്രോഡക്റ്റും അതുപോലെ തന്നെ ജസ്റ്റ് ഫോൾ നോർമൽ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ആൻഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് നന്നായി ഹീറ്റ് എടുക്കുന്നുണ്ട്. ചൂട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ LED ലൈറ്റിൽ നിന്നും ഭയങ്കരമായിട്ട് ഒരു ഹീറ്റ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ വെച്ച് നോർമൽ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്. അതിൻ്റെ ലിങ്ക് വരെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേടിക്കാം. ആൻഡ് ഇതിൻ്റെ ലൈറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എങ്ങനെയുണ്ട് കോളും വാമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, നല്ല രീതിയിൽ ലൈറ്റ് കണ്ടീഷൻ കാര്യങ്ങളും കിട്ടുന്നുണ്ടോ. നോർമലായി ഞാൻ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് ലൈറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് ലൈറ്റ് വെയിറ്റ് ആയി പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ ചവിട്ടിട്ട് പിടിച്ചിട്ട് എങ്ങനെ വെച്ച് പിടിക്കുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ അടുത്തൊരു ഇൻട്രസ്റ്റ് വീഡിയോ സ്റ്റിൽ തന്നെ ഹൈടെക് സൈനിങ് ഓഫ് പാച്ചു. ആൻഡ് മാക്സ്യൂർ നിങ്ങൾ ആ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. അടുത്തൊരു ക്വാളിറ്റി ഇൻട്രസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന. Till then, bye.